അപ്പോൾ ചങ്ങായിമാരെ, ഞാനേ ഇന്ന് മലപ്പുറം ജില്ലയിൽ എടപ്പാള് കാലടി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ ഞാനൊരു ഒരാളെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് നമ്മൾ വിചാരിച്ചാലും ശരി, നമ്മളെ ഉള്ളിലുള്ള എന്തും ഏത് വിഷയം നമ്മൾ വിചാരിച്ചാലും മൂപ്പര് പറഞ്ഞുതരും. അങ്ങനത്തെ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. ഞാൻ ഇപ്പം ഇങ്ങനെ വന്ന് വഴിയൊന്നും അറിയില്ല, അന്വേഷിച്ച് ഇങ്ങനെ പോകണം. വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ എത്താറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരാളോട് ചോദിച്ചിട്ട് ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പോവാം. വീടുകൾ ആരും തട്ടി മാറ്റരുത്. നല്ല രസകരമായിട്ടുള്ളൊരു സംഭവമായിരിക്കും. നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും മൂപ്പരെ കണ്ടെത്തും. കടയുടെ മുമ്പിൽ ഇവിടെ ഒരാളോട് ചോദിച്ചു നോക്കാട്ടോ. ആള് വ്യക്തമായിട്ട് അറിയുന്നില്ല, ചോദിച്ചു നോക്കാം. ഹലോ ബ്രോ, ഇവിടെ ഒരു ആളില്ലേ, എന്ത് നമ്മൾ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചാലും അതേപോലെ പറഞ്ഞ് നമ്മളെ ഉള്ളിൽ നിന്ന് ഒരു മെന്റലിസം ടച്ച് ചെയ്യണ ഉസ്താദാണ്. ഒരു വീഡിയോ എടുക്കണ്ട കുഴപ്പമില്ലല്ലോ. പോയിട്ടാണ് നമുക്ക് തിരക്കുണ്ടോ? ഇല്ല, ഞങ്ങളിപ്പോ ഒന്ന് വരുമോ? ഓക്കെ. അപ്പോൾ ഓക്കെ, ഇതാ നമുക്ക് വഴി കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല മനുഷ്യന്മാരട്ടെ. ഇവിടെ നമ്മളൊരു കട്ട ഫോളോവർ നമ്മളെ കണ്ടു. ചങ്ങായിമാരെയെന്ന് വിളിച്ചിന്നെ. അപ്പോൾ മൂപ്പരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഇനി നേരെ നമുക്ക് പോയേക്കാം. ആൾ ഉസ്താദാണ്. മെന്റലിസം നമ്മളെന്ത് പറഞ്ഞാലും മൂപ്പര് നമ്മളോട് ഇങ്ങനെ പറയും. ഈ മെന്റലിസം ആണോ, ഇനി ഉസ്താദായ സ്ഥിതിക്ക് ഇതിന് വല്ല കറാമത്താണോ പടച്ചോന്ന് അറിയാം. എന്തായാലും പോയേക്കാം. ആ കുട്ടിയോ? അല്ലല്ല, അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ബ്രോ നന്ദി. ഓക്കെ. അപ്പോൾ ഒടുവിൽ വീട്ടിലെത്തിട്ടോ. ഇതാണ് ഇത്ര വീട്. ആളിവിടെ ഉണ്ടോയെന്ന് അറിയില്ല. മൂപ്പര് അത്യാവശ്യം തിരക്കില്ല മനുഷ്യനാണ്. അതിലും പിന്നെ പോയി നോക്കാം, ഉണ്ടായാൽ മതിയായിരുന്നു. ഇതാണ് അവർ പറഞ്ഞത്, വഴി കാണിച്ചെന്ന ആളുകൾ. പിന്നെ ഓടി വരുവാണാവോ. നല്ല അടിപൊളി പാടം ഏരിയ കേട്ടോ ഇവിടെ. ഇത് നല്ല സ്റ്റൈലും സ്ഥലം. അസ്സലാമു അലൈക്കും. അല്ലാ, മാറ്റിയിട്ട് എവിടേക്ക് പോകാൻ നിൽക്കുക? ചെറിയൊരു യാത്ര. എന്തൊക്കെ റാഹത്തല്ലേ? ഞാൻ നിങ്ങളെ അന്വേഷിച്ചിങ്ങനെ മനസ്സിൽ എന്തുണ്ടെങ്കിലും പറയുന്ന ഉസ്താദ് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ തുടങ്ങാട്ടോ. ഉസ്താദ് നമുക്കൊരു വെള്ളമൊക്കെ തന്നു. ഇതാണ് നിങ്ങളെ കളരിയില്ലേ? ഇനി പിന്നെ നിങ്ങളൊരു വീഡിയോ നമ്മൾ ജംഷീർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങളെ തിരക്കൊണ്ടാണ് ഞാനും കൂടെ അന്ന് വരാതിരുന്നത്. പിന്നെ നിങ്ങൾ എന്താണെന്നുള്ളത് എൻ്റെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. നിങ്ങളെ പേരും എന്താ ചെയ്യുന്നതെന്നും കാര്യമായിട്ടൊന്ന് വിശദമായിട്ടൊന്ന് നിങ്ങളെ പ്രൊഫൈലൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് അനസ് ഷാഫി, വീട് കാലടിയിലാണ്. ആ വീഡിയോയില് തിരൂര് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. തിരൂരായിരുന്നു. അതെ, അത് ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു ആ വീഡിയോ ചെയ്തത്. വീട് ശരിക്കുള്ളത് കാലടി ഒതവഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്, എടപ്പാള് ഭാഗത്ത്. തിരൂര് ജോലി മദ്രസ പള്ളി ഉണ്ടോ? പള്ളിയില്ല, മദ്രസ മാത്രം. രാവിലെ മദ്രസ. ഓക്കെ. നിങ്ങൾ ഈ ഒരു ഇതിക്ക് വരാനുണ്ടായ ഒരു കാരണം എന്താണ്? ഈ ഒരു മെന്റലിസം അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ, ഇപ്പൊ മെന്റലിസ്റ്റുകൾ ഒരുപാടുണ്ടല്ലോ. ഒരു ഉസ്താദ് മെന്റലിസ്റ്റ് ആവുന്നത് ഞാൻ ഫസ്റ്റ് കാണുന്നത് നിങ്ങൾ അന്ന് ജംഷിയുടെ വീഡിയോ ചെയ്തപ്പോഴാണ്. അതിന് മുമ്പ് ഒരു ചെറിയൊരു കുട്ടി ചെയ്തോ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. ഉസ്താദ് ഞാൻ ചോദിക്കണം എന്താ, ഇനിയിപ്പോ ഭാവിയിൽ ചിലപ്പോൾ നിങ്ങളെ പേരെന്താ പറയുക? ഷാഫി എന്നല്ലേ പറഞ്ഞത്? സോറി, അനസ് ഷാഫിയാണ് അല്ലേ? നിങ്ങൾ ഇനി ഇത് മെന്റലിസം വിറ്റിങ്ങാണ്ട് കറാമത്താന്നൊക്കെ പറഞ്ഞാണ്ട് ആൾക്കാരെ പറ്റിച്ചോ എന്നപ്പോ എന്റെ സംശയം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ ഭാവിയില്? നല്ലൊരു ചോദ്യമാണത്. കാരണം ഇപ്പൊ ഇതിന്റെ കമന്റിലും ഇത് വരാനുണ്ട്, സാധ്യത ഒരുപാടുണ്ട്. കുറെ ആളുകള് നെഗറ്റീവ് എഴുതാനായിട്ടുള്ള ആളുകളുണ്ടോ, പല കമന്റുകളും വരും. കൂട്ടത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമന്റ് ആണ്. പക്ഷെ ഈ കമന്റ് ഉണ്ടല്ലോ, നിങ്ങൾ ചോദിച്ച ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാല്, ജംഷീറിന്റെ വീഡിയോ അത് കുറെ ആളുകളിലേക്കൊക്കെ എത്തി. ചില അതിന്റെ ഭാഗങ്ങളൊക്കെ 1 മില്യണിലധികം ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ വന്നിട്ട് എനിക്ക് വന്ന കോളൻ ഒരുപാട് ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ എന്റെ ബെൻസ് കാറൊക്കെ ഇരുന്ന് മുറ്റത്ത് ഇങ്ങനെ കറക്കിട്ട് നടക്കണം. അതിന് മാത്രം കോൾ എനിക്ക് വന്നിട്ടുണ്ട്, അവസരങ്ങൾ വന്നിട്ടുണ്ട്. എന്റെ കറാമത്ത് കച്ചവടാക്കാൻ വന്ന ആൾക്കാരുണ്ട്. ഞാൻ കറാമത്താണോ അല്ലേ എന്നുള്ളത് വേറെ. അങ്ങനത്തെ അത്രയേറെ കോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പുവരാ, ഇന്ന് എന്നല്ല ഒരു കാലത്തും ഒരാളെയും ചൂഷണം ചെയ്യാനുള്ള താല്പര്യമില്ല, ആഗ്രഹമില്ല. കാര്യം പറയാ, എനിക്ക് വന്ന കോൾ അങ്ങനത്തെ കോളാണ്, യജാതി കോളറിയോ. ശരി. പിന്നെ അതിൽ വേറെ കമന്റ് കേട്ടോ, നിങ്ങൾ ഭയങ്കര എന്താ പറയാ പ്രസന്ന വചിതനായിട്ടുള്ള മുഖം അല്ല ചിരി, ഒരുപാട് കമന്റ്, ചിരിക്ക് ഒരുപാട് കമന്റ് ഇട്ടില്ലേ. ഇപ്പൊ പേടി എന്താ വെച്ചാൽ നിങ്ങളൊക്കെ കൂടി പറഞ്ഞിട്ട് എന്റെ ചിരിക്ക് കണ്ണിട്ടോ. ഭയങ്കര രസമായിട്ടുള്ള ചിരി ഉണ്ട്. അതൊക്കെ പോട്ടെ, നമുക്കിപ്പോ എന്തൊക്കെ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ, ഒരു 2-3 ഐറ്റംസ്. 2-3 ഐറ്റംസ്. ഓക്കെ, ഒരു കാര്യം ചെയ്താലോ? നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേര്, അല്ലെങ്കിൽ നിങ്ങളെ സുഹൃത്ത്. ഞാനല്ല, എന്റെ സുഹൃത്ത് വന്നിട്ടുണ്ട്, ഓനെ ഉൾപ്പെടുത്താം. ആശിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഞാനിത് എൻ്റെ കൂടെ വന്ന എൻ്റെ സുഹൃത്താണ് ആഷിക്ക്. പിന്നെ എന്നാ നോക്കിക്കോളൂ നിങ്ങൾ എങ്ങനെ പരിപാടി വെച്ചാൽ. ഓക്കെ, ആഷിക്ക സെറ്റല്ലേ? സെറ്റാണ്. പിന്നെ നിങ്ങൾ മനസ്സിൽ എന്താ ചെയ്യുക, എന്തെങ്കിലും വിചാരിക്കും, ആരെങ്കിലും പേരോ മറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അതിന് മുമ്പൊരു കാര്യം, നിങ്ങളെ ഞാൻ അതിന് മുമ്പ് പരിചയം ഉണ്ടോ? ഇല്ല. ഞാൻ പറയാം, എന്റെ കൂടെ വന്നാട്ടോ ആഷിക്ക്. എന്റെ ഒരു വീഡിയോയിൽ ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് ഇങ്ങനത്തെ ആവശ്യം വന്നോട്ട് നിർത്തിയതാണ്. ഓക്കെ ഓക്കെ. അല്ലേ, ഇതൊരു കമന്റിൽ എന്താ വരികയെന്നറിയോ? നമ്മൾ ഒത്തു കളിക്കുക അല്ല, ഇന്ത്യന്നല്ല മുഴുവൻ മെന്റലിസ്റ്റുകളെയും കമന്റിൽ വരുന്ന തീർച്ചയായിട്ടും. അങ്ങനത്തെ ആളുകളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനത്തെ ആളുകൾ ഒരു ദിവസം വരി, നമുക്ക് ഓലോട് ഒത്ത് കളിക്കാത്തൊരു വീഡിയോ ചെയ്ത് നോക്കുക. ഓക്കെ, പ്രശ്നമില്ലല്ലോ, ഓർക്ക് അറിയാലോ ഇത് ഒത്ത് കളിച്ചതാണോ അല്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യം വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്റെ പേര് വിചാരിക്കണം എന്നൊന്നും. ഓക്കെ, നിങ്ങളൊരു പേര് മനസ്സിൽ വിചാരിക്കും. ഓക്കെ, ആ പേര് വീണ്ടും വീണ്ടും ഒന്ന് മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. ഒന്ന് റിപ്പീറ്റ്, ലുക്ക് അറ്റ് മീ, എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കണം. ഓക്കെ ഓക്കെ. ആ പേരിന്റെ സ്പെല്ലിങ് ജസ്റ്റ് ഒന്നിങ്ങനെ, എത്ര സ്പെല്ലിങ് ഉണ്ട് എന്നുള്ളത് ഒന്നിങ്ങനെ ആക്കിയാണ്. ഇത് എക്സ്പെരിമെന്റ് ആണ്. 90% റെഡിയാവും, 10% ഫ്ലോപ്പ് ആവാനൊക്കെ സാധ്യത ഉള്ള സംഭവം തന്നെയാണ്, കറാമത്തല്ല. ഓക്കെ, ആ സ്പെല്ലിങ്ങൾ മാത്രം, എത്ര സ്പെല്ലിംഗ് ഉണ്ട് എന്നുള്ളത് 6 അക്ഷരാണ് അല്ലേ? ഇംഗ്ലീഷിലല്ലേ നിങ്ങൾ മനസ്സിൽ? ഓക്കെ ഓക്കെ. ആ ഫസ്റ്റത്തെ അക്ഷരം മാത്രം ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യാം. നിങ്ങൾ എന്റെ കൊളാക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടാക്കാൻ എന്റെ കണ്ണിലേക്ക് എനിക്കിത് ക്യാമറ നിങ്ങൾ എഴുതുന്ന എനിക്ക് ക്യാമറ കാണിച്ചു കൊടുത്തൂടെ? ആ കണ്ടോട്ടെ. ആയിക്കോട്ടെ. ആഷിക്ക് കാണില്ല. ഫസ്റ്റത്തെ അക്ഷരം. ഓക്കെ, രണ്ടാമത്തെ അക്ഷരം അത് മാത്രം കേട്ടോ. മൂന്നാമത്തെ അക്ഷരം ഒന്ന് ABCD ഒന്ന് പെട്ടെന്ന് എണ്ണാൻ പറ്റും. സ്പീഡിൽ ഒന്ന് സ്പീഡിൽ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത അക്ഷരം ഒന്ന് റിപ്പീറ്റ് വരുന്നില്ലല്ലോ. ആ ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് 1 2 3 4 അക്ഷരം എഴുതി. അഞ്ചാമത്തെ അക്ഷരം ഇത് ആരെ പേരാണ്? വൈഫിന്റെ പേരാണ് അല്ലേ? സാധാരണ പലരും ക്രഷും പ്രണയവും അങ്ങനത്തെ വീഡിയോ ചെയ്താലും പ്രശ്നമാണ്. ക്രഷിന് കണ്ടുപിടിക്കുന്ന പരിപാടി എന്നൊക്കെ ചോദിക്കണവരുണ്ടോ? ഓര് മനസ്സിൽ വിചാരിച്ചപ്പോ നമ്മളെന്ത് ചെയ്യും, ഇത് വൈഫായോണ്ട് കുഴപ്പമില്ല. മറ്റേ ഇപ്പൊ ക്രഷിനെ കണ്ടുപിടിച്ച പെണ്ണുങ്ങളൊക്കെ നടിയും കൊടുക്കും ചിലപ്പോ. നിങ്ങളത് ചെല്ലി വീഡിയോ റിലീസായിട്ട് അങ്ങോട്ട് വരി നിങ്ങള്. ഓക്കെ, ഇപ്പൊ നമ്മള് 5 അക്ഷരം എഴുതി. ലാസ്റ്റത്തെ അക്ഷരം അത് മാത്രം ഒന്ന് ABCD മതി 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 അല്ലേ? പോരെ? അത്ര പറയല് എനിക്ക് കാണിക്കണതിന്റെ മുമ്പ് സജാദിന് കാണിച്ചു കൊടുക്കാതല്ല. എനിക്ക് ഞാൻ ഇതിങ്ങനെ എഴുതുമ്പോ തന്നെ എനിക്കറിയാം ഓന്റെ വൈഫിന്റെ പേരെന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയിപ്പോ ഇതുവരെ എഴുതിയത് മൂപ്പര് ആഷിക്ക് കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഇപ്പൊ ഏതാനും സർപ്രൈസ് പൊളിഞ്ഞു എന്താ എഴുതിന്നുള്ള ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇനി നേരെ കാണിച്ചു കൊടുത്തോ. ഓക്കെ ഓക്കെ. നിങ്ങൾ പേരൊന്നും ഉറക്കെ പറഞ്ഞാണി. ഷൈമ. ഇത് നോക്കിയേ, ഷൈമ. 6 അക്ഷരം എന്നാണ് മൂപ്പര് ആദ്യം പറഞ്ഞത്. കാരണം ഇതാണ് പറഞ്ഞത്, ഓന് എന്തായാലും പേരാ എഴുതിയിട്ടുള്ളത് എനിക്കറിയാലോ. ഓന് വിചാരിച്ചത് മൂപ്പര് എഴുതുമ്പോ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഇതാണ് ഈ ഒരു സംഭവം അല്ലേ? ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവണം ഈ ഐഡിയ? എക്സ്പീരിയൻസ്, പ്രാക്ടീസ്, അത്രേ ഉള്ളൂ. അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് വേറെ ഒന്നുമല്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്കൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പൊ ഇതൊന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. ഇനി എന്താ നമുക്ക് വേറെ ഒന്നും ചെയ്യാം? ഇനി ഇതിന്റെ ഉള്ളിൽ വെച്ച് ചെയ്യണ്ടല്ലോ, പുറത്തൊന്ന് ഇറങ്ങി നോക്കാം. പബ്ലിക്കിൽ ആരെങ്കിലും ഒക്കെ കിട്ടി. ഉച്ച സമയമാണ്, ആരെ കിട്ടുന്നൊന്നും ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. നമുക്ക് 1-2 എക്സ്പെരിമെന്റ് കൂടി ചെയ്തിട്ട് കുറച്ച് തിരക്കുണ്ട്. പുറത്തിറങ്ങാൻ നിന്ന മത്സരം തല്ലൊക്കെ കെട്ടിട്ട് നിങ്ങൾ മണ്ണാർക്കാട് നിന്ന് വരില്ല. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് നിങ്ങളെ പരിഗണിച്ചതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോ ആൾക്കാർ അതും പറയും. അപ്പോൾ നമുക്ക് ചെയ്യാം, പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു കൂട്ടുകാരുണ്ട്. പുതിയൊരാളെത്തിയിട്ടുണ്ട്. ഓക്കെ, പേരെന്തായിരുന്നു? സുഫ്വാൻ എത്ര പഠിക്കണേ? ഡിഗ്രിയാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. സുഫ്വാന് ജസ്റ്റ് വല്ല സംഭവം ഒന്നല്ല കേട്ടാ, ബേജാറാവാനൊന്നുമില്ല. ഇപ്പൊ ചക്കന്മാർക്കൊക്കെ മുമ്പൊക്കെ വരാൻ പേടിയാണ്. ക്രഷ് പിടിക്കുന്നു പേടിച്ചിട്ടില്ലേ? അപ്പൊ അതൊന്നും വേണ്ട, ബേജാറാവാനൊന്നുമില്ല. ജസ്റ്റ് സുഫ്വാൻ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്തേ. ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടി ബ്രീത്ത് ഔട്ട്. ഒന്നിങ്ങനെ റിലാക്സ് ആയിരുന്നേ.
ഓക്കെ, സിമ്പിളായിട്ട്. ഇനി സുഫാൻ ചെയ്യേണ്ടത് എൻ്റെ വാക്കുകൾ മാത്രം ശ്രദ്ധിക്കുക. എൻ്റെ വാക്കുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുക, വേറെ ഒന്നും ശ്രദ്ധിക്കരുത്. ഓക്കെ, എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കും വേണം. റെഡി? ഞാൻ പറഞ്ഞത് അതേപോലെ ഇങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യട്ടെ. സുഫാൻ്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടിയിട്ട് ബൈക്കിൽ നമ്മുടെ അടുത്ത ടൗണായ എടപ്പാളിലേക്ക് പോകണം. എടപ്പാളിൽ ചെന്നിട്ട് സുഫാന് കുറച്ച് സാധനങ്ങൾ ഷോപ്പിംഗ് നടത്താനുണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, പർച്ചേസ് ചെയ്യാണ്ട്. സുഫാൻ നേരെ ചെല്ലുന്നത് നമ്മളെ എടപ്പാളിലെ ഇപ്പം നിലവിലുള്ള ഏറ്റവും ടോപ്പ് ഹൈപ്പർ മാർക്കറ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ചെല്ലുകയാണ്. നെസ്റ്റോയിൽ പോയിട്ടുണ്ടല്ലോ അല്ലേ? നെസ്റ്റോ അറിയാലോ. നെസ്റ്റോയിൽ ചെന്നാൽ അവിടെ ഒരുപാട് സെഷൻസ് ഉണ്ട്. വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ടോയ്സ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സെഷൻസ് ഉണ്ട്. സുഫാനിക്ക് ഇഷ്ടമുള്ള ഒരു സെഷനിലേക്ക്, ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് സുഫാൻ കയറി ചെല്ലാം. ജസ്റ്റ് മനസ്സുകൊണ്ട് കയറിയാൽ മതി, നടന്നു പോകുന്നു വേണ്ട. ജസ്റ്റ് ഒന്ന് സുഫാൻ കയറുന്നതായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യും. അങ്ങനെ സുഫാൻ ഇപ്പോൾ അതിൽ കയറിയിട്ടുണ്ട്, ഇഷ്ടമുള്ള ഒന്നിൽ കയറി. അവിടെ നിന്ന് സുഫാനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഒരുപാട്, ഇനിയിപ്പോൾ വെജിറ്റബിൾ കയറിയാൽ തന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടാവും, ടോയ്സിൻ്റെ കയറി ഒരുപാട് ടോയ്സ് ഉണ്ടാവും, ഫ്രൂട്ട്സിൻ്റെ കയറി ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവും. അതിൽ നിനക്ക് ഇഷ്ടമുള്ള ഒന്ന് ഏതെങ്കിലും ഒന്ന്, അവിടെ നമുക്ക് സെൽഫായി എടുക്കുന്ന പരിപാടി ആയിരിക്കുമല്ലോ, ഒന്ന് എടുക്കുക. ജസ്റ്റ് ഒന്ന് എടുത്തതായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, ഇപ്പോൾ സുഫാന് ഒന്ന് എടുത്തിട്ടുണ്ട് അല്ലേ? നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്തോ ഒരു സാധനം, നീ ഏത് സെഷൻക്കാണ് പോയതെന്ന് എനിക്കറിയില്ല, എന്താ എടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, നീ പോയത് നെസ്റ്റോക്കാണെന്ന് എനിക്കറിയാം, അത്രേ അറിയുള്ളൂ. ഓക്കെ, ആ സാധനം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യും. ഇനി കണ്ണൊന്ന് കൂട്ടാൻ പറ്റും. ഓക്കെ, ഞാൻ കൈ ഒന്നിങ്ങനെ വെക്ക്. ആ ബാഗ് കണ്ണ് തുറക്കരുത്. സഫ്വാൻ, ഇപ്പോ നിന്റെ കയ്യിൽ വെച്ച സാധനം, നിന്റെ മനസ്സിലുള്ള, നീ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആ വലിയ ഒരുപാട് സാധനങ്ങൾക്കിടയിൽ നീ സെലക്ട് ചെയ്ത സാധനമാണ് ഇതിലുള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഇല്ല. കാരണം എന്താ? കാരണം എനിക്കറിയാൻ ഒരു സാധ്യത ഇല്ല. നീ എന്നോട് പറഞ്ഞിക്കണ പിന്നെ എടുക്കുന്നു, നിന്റെ മനസ്സിൽ നീ എവിടെ പോയി എന്തെടുത്തൊന്നും എനിക്കറിയില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. സഫ്വാന് കണ്ണ് തുറന്ന് നോക്കുമ്പോ ഇതായിരുന്നുവെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവൂലേ? ഉറപ്പല്ലേ? ഒരു കാര്യം ചെയ്യാം, സുഫോൻ പറഞ്ഞോട്ടല്ലേ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിച്ചെന്നുള്ളത്. അതൊന്ന് പറഞ്ഞോട്ടെ, എന്തായിരുന്നു? ആപ്പിൾ. ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ. എന്താ ചേട്ടി, ഇത് ആപ്പിൾ തന്നെ വിചാരിച്ചേ? ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ആദ്യം ആപ്പിൾ വെച്ചത് ഫസ്റ്റ് ഒരു ടച്ചിങ് കിട്ടുമല്ലോ, അതിന് മുമ്പ് അതിനാണ് ഈ ഒരു പാത്രം വെച്ചത്. അടിപൊളി. ഇനി എന്താ ചെയ്യാ? നല്ല രസമായിട്ട് 2 എണ്ണം ചെയ്തു, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇനി എന്താ നമ്മൾ ചെയ്യാ? ശരിക്കുള്ള ആപ്പിൾ തന്നെയാണ് അല്ലേ? ഇതുവരെ കഴിച്ചോട്ടല്ലേ? ഏതായാലും സുഫാന് താങ്ക്സ്. ഇനി നമ്മളെന്താ ചെയ്യാ? ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്തും ചെയ്യാം. ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അന്നത്തെ വീഡിയോ ടച്ചിങ്സിന് സംബന്ധിച്ചില്ലേ? ഓക്കെ, അത് വേണമെങ്കിൽ ചെയ്യാം. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ടച്ച് എഫക്ട് ചെയ്യാൻ പോണം. കഴിഞ്ഞ വീഡിയോയിലും ഈ സാധനം വന്നിരുന്നു, ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു, പലതും പറഞ്ഞിരുന്നു. ഏതായാലും ആ ആളുകളൊക്കെ ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കിക്കോളി അല്ലേ? ശരിയല്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ അതങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളി എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ രണ്ടാളും ഒന്ന് കണ്ണടച്ചേ. കണ്ണ് തുറക്കാൻ പാടില്ല, എന്നെ പറ്റിക്കാൻ പാടില്ല. ഞാന് തോണ്ടിയാളൊന്ന് കൈയന്തിച്ചേ. കൈ താത്തിക്കോളി. ഞാന് തോണ്ടി സ്ഥലത്ത് നിങ്ങളുടെ കൈയൊന്ന് വെച്ചേ. ഓക്കെ, കൈ താത്തിക്കോളി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ കയ്യുമേ, നിങ്ങളെ വിരലില് ഞാൻ എത്ര വട്ടം നിങ്ങളെ തോണ്ടി എന്നത് നിങ്ങളെ വിരലുമൊന്ന് കാണിച്ചാൽ മതി. എത്ര വട്ടം തോണ്ടി എന്നത്, നിങ്ങൾ എത്ര വട്ടം ഞാൻ തോണ്ടിക്കണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ജസ്റ്റ് ഒന്ന് വിരലുമ കാണിച്ചു തരും. ഓക്കെ, റെഡി? എന്നാ നീ കണ്ണുറന്നോട്ടല്ലേ? ഓക്കെ. ഇപ്പൊ നിങ്ങൾക്കൊന്നും തിരിഞ്ഞില്ലല്ലോ എന്താ സംഭവിച്ചെന്നുള്ളത്. ഞാൻ എന്നെ തോണ്ടില്ലേ? ഓക്കെ, അന്നെ തോണ്ടിയാ? അന്നേം തോണ്ടി അല്ലേ? ഇനി ഇവരോടൊന്ന് ചോദിച്ചാണ് ഞാൻ കേട്ടോ, ഇവരാണ് ഇവിടെ തോണ്ടിയത് ഉസ്താദ്. പക്ഷെ
ഫീൽ ചെയ്തത് രണ്ടാൾക്കും പഴയുണ്ട് അല്ലേ? രണ്ടാൾക്കും ഫീൽ ചെയ്ത്. ഓക്കെ താങ്ക് യു. ഓക്കെ റെഡി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. അതല്ല പിന്നെ ഇതിന്റെ ഒരു രഹസ്യങ്ങൾ നിങ്ങൾ ഇവിടുന്ന് പഠിച്ചെടുത്തേ? ഒരുപാട് ആളുകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ആണല്ലേ. ചില ഓൺലൈൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ആളുകളടുത്ത് പോയിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് എവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. നമുക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവും എന്നുള്ളതാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാണ്, നിങ്ങളെ മക്കള് 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളെ മക്കൾക്ക് ഞങ്ങൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ മെന്റലിസം ഇത് മാത്രമല്ല, മതപരമായിട്ട് ഇപ്പോഴത്തെ കാലം സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാലോ, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന കാലമാണ്. മക്കൾക്ക് മതപരമായ ബോധമില്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിനേന വൃദ്ധസദനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മക്കൾ തെറ്റിൽ നിന്ന് വീണ്ടും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കാലത്ത്, ലഹരിക്ക് അഡിക്റ്റായി മാറുന്ന ഒരു കാലത്ത് മക്കൾക്ക് മതപരമായ അറിവ് കൊടുക്കാൻ ഈ ഒരു കാലമായതുകൊണ്ട് തന്നെ പഴയ പോലെ ഉസ്താദുമാരൊക്കെ പള്ളിയൊക്കെ ബാങ്ക് കൊടുക്കുന്നവർ, നിസ്കരിക്കുന്ന ഇമാം വെക്കുന്നവർ മാത്രമായാലേ ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഈ കാലത്ത് നിങ്ങളെ മക്കൾക്ക് മതവും ഭൗതികവും സമന്വയിച്ച് പഠിക്കാനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ സ്ഥാപനം തിരൂർ ചമ്പ്രയിലുള്ള മഷ്അൽ അക്കാദമി 7ാം ക്ലാസ്സിലേക്കും 8ാം ക്ലാസ്സിലേക്കും 9ാം ക്ലാസ്സിലേക്കും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വരുമ്പോൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങളെ മകൻ മതപഠനം പൂർത്തിയാക്കി ഇറങ്ങുമ്പോഴേക്ക് അവൻ്റെ അഭിരുചിക്കനുസരിച്ച് അവൻ്റെ സ്കിൽ ഏതാവട്ടെ, അവൻ്റെ എബിലിറ്റി എന്തിലാവട്ടെ, അത് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും കൊടുത്ത് അവരെ മതവും ഭൗതികവും സമന്വയിപ്പിച്ച് നല്ല കഴിവുള്ള വിദ്യാർത്ഥികളാക്കി പുറത്തിറക്കും. അതാണ് ഞങ്ങൾ തരുന്ന ഗ്യാരണ്ടി. അതിന്റെ കൂടെ അവർക്ക് ബഹുഭാഷകൾ പഠിപ്പിക്കും, വ്യത്യസ്തമായ ലാംഗ്വേജുകൾ പഠിപ്പിക്കും, ഇൻക്ലൂഡിംഗ് മെന്റലിസം, ഹിപ്നോട്ടിസം, കൗൺസിലിംഗ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ കളരിയിലെയും കരാട്ടയിലും ഒക്കെ ചില അഭ്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ സെൽഫ് ഡിഫൻസിനൊക്കെ വേണ്ട കുറെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് എല്ലാത്തിനും പറ്റുന്ന പെർഫെക്റ്റ് ഓക്കെ എന്നറിയില്ല നമ്മള്. അങ്ങനെ ഇൻഷാ അല്ലാഹ് നല്ല പ്രൊഡക്റ്റുകളെ ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹം. നമ്പർ ഞാൻ താഴെ കൊടുക്കണ ബുദ്ധിമുട്ടൊന്നും അല്ലല്ലോ? ഇല്ല, നമ്പർ കൊടുത്തോളി. നമ്പർ ചിലപ്പോൾ വിളിച്ചാല് മറ്റേ വീഡിയോ തന്നെ നമ്പർ കൊടുത്തോണ്ടുള്ള അവസ്ഥ അറിയാം. അതുകൊണ്ട് ചോദിച്ചത് കൊടുക്കട്ടെ, മെസ്സേജ് അയച്ചാൽ മതി, വാട്സാപ്പിൽ ബന്ധപ്പെടാം. സൗകര്യത്തിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് റിപ്ലൈ തരും. മറ്റേത് ഇങ്ങനെ കോൾ ഒരുപാട് വരുമ്പോൾ ചെറിയ പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞതിൽ അനുഭവിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം കൂടി നിങ്ങൾ മനസ്സിലുണ്ടാകണം. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും, നിങ്ങളെ മക്കളെ ഞങ്ങൾ അഡ്മിഷൻ്റെ സമയമാണ്, നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഈ അധ്യയന വർഷത്തിൽ സ്റ്റാർട്ട് ചെയ്യും. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളുടെ അഭിവന്യരായ ഉസ്താദ് ചമ്പ്ര സലീം കാമിൽ സക്കാഫി ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് 25 വർഷമായിട്ട് ദർസി രംഗത്തുള്ള പാരമ്പര്യമുള്ള നല്ല കഴിവുള്ള ഉസ്താദാണ്. ഞങ്ങളെപ്പോലത്തെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉസ്താദിനുണ്ട്. ഞാനിത്ര സംഭവമല്ല, നമ്മളൊന്നൊന്നുമല്ല, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തു. അതെ, ഇത് ഞാനൊരു ജസ്റ്റ് ഒരു എന്റെ ക്ലാസിന്റെ ഇടയിലൊക്കെ ഒരു എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു സംഭവം മാത്രമാണ്. ക്ലാസ് എന്നതാണ് നമ്മളെ മെയിൻ. നമ്മൾ വിദ്യാഭ്യാസം എന്നത് തന്നെയാണ് നമ്മളെ മെയിൻ. പിന്നെ നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികൾ ഇന്തോനേഷ്യയിലും മറ്റൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം. സ്കോളർഷിപ്പോട് കൂടി പഠനം നടത്തുന്നവർ മറ്റൊക്കെ ഉണ്ട്. നല്ല കഴിവുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകളുണ്ട്. ദർസി രംഗത്ത് മുദരിസുമാരായിട്ട് സേവനം ചെയ്യുന്നവരുണ്ട്, സ്കൂളുകളിൽ ടീച്ചർമാരായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് കൂടി ഞങ്ങൾ ഒരു അവസരം തരികയാണ്. താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്തായാലും താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു തിരക്കിനിടയിൽ അവനോട് ഇത്രയും നേരം സഹകരിച്ച സ്ഥാൻ ഒരുപാട് നന്ദി. അപ്പൊ എന്തായാലും ഒരുപാട് പിന്നെ മക്കളുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാട് ആളുകൾ നമുക്ക് പോകണല്ലോ. അപ്പൊ എന്തായാലും സാർ ഞങ്ങള് കാര്യങ്ങൾ വളരെ ഉഷാറായിട്ട് പോട്ടെ. അപ്പോ ചങ്ങന്മാരെ അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. സലാം പറഞ്ഞോളൂ എല്ലാവരോടും. അസ്സലാമു അലൈക്കും. ഓക്കെ, എന്നാ ബൈ, അടുത്ത വീഡിയോ കാണാം.